വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ജിത. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ മനസ്സിലാവുന്നുണ്ടാവും. ഞങ്ങളൊരു സ്ഥലത്തും വരെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡിസംബർ 25 ഇന്ന് ക്രിസ്മസ് ആണ്. പക്ഷേ ക്രിസ്മസ് ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്രിസ്മസിൻ്റെതായ ഒരു ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ ക്രിസ്മസ് ട്രീയോ ക്രിസ്മസ് കൂടോ അങ്ങനെ ഒന്നും ചെയ്യൊന്നും ഡ്രസ്സ് എടുക്കുക ഒന്നുമില്ല. ഞങ്ങൾക്കൊരു ഓഫ് ഡേ അത്രേ ഉള്ളൂ. കാരണം ഇന്ന് സ്റ്റിച്ച് ചെയ്യണ ചേച്ചി വരില്ല, നാളെയും സ്റ്റിച്ച് ചെയ്യണ ചേച്ചിക്കൊക്കെ ഓഫ് കൊടുത്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ഓഫ് ഡേ അത്രേ ഉള്ളൂ കേട്ടോ. ഇന്ന് കൊറിയർ ഓഫീസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 ദിവസം ഓഫ് ഡേ ഇന്ന് നാളെ. അപ്പൊ അതുകൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞാന് തൃശ്ശൂര് കൊറേ സ്ഥലങ്ങൾ നോക്കിയിട്ട് നമുക്ക് തൃശ്ശൂർ വിട്ട് പോകാൻ പറ്റില്ല. കാരണം നാളെ തന്നെ എത്തും വേണമല്ലോ, നാളെ രാത്രി തന്നെ എത്തും വേണം. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂര് അതിരപ്പള്ളി കൊറേ അതിരപ്പള്ളിയില് റിസോർട്ടുകളൊക്കെ നോക്കിയപ്പോ കൊറേയൊക്കെ എന്താ പറയാ 23,000, 40,000, 30,000 ആ റേറ്റാണ്. എനിക്കെന്ന് വെച്ചാ എന്താ പറയാ അത്രയും ഇതിന്റെ നോക്കണില്ലേ. നമ്മളുടെ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5,000 രൂപ അതിന്റെ ഉള്ളിലൊക്കെ ഒതുങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി തൃശ്ശൂരുള്ള റിസോർട്ട്, ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കുറെ നോക്കിയിട്ട് അവസാനം ഒരു റിസോർട്ട് കിട്ടി. അങ്ങോട്ട് പോവാണ്. എന്താ സ്ഥലത്തിന്റെ പേര്? ചെറുതുരുത്തിയിലുള്ളൊരു റിസോർട്ട്. അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ കുഴപ്പമില്ല, ഇഷ്ടമായി. ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് എന്താണ് അവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഗൈസ് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങണത് എത്ര മണിക്കാന്നറിയോ? ഒരു 3 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണത്. അപ്പൊ കാലത്ത് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാലത്ത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാലത്ത് ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോഴാണ് സാഗരേട്ടന്റെ വീട്ടിലേക്ക് പോയത്, അമ്മയുടെ വീട്ടിലേക്ക് പോയത്. സാഗരേട്ടൻ ചോദിച്ചു, ഞാനാണ് കസ്റ്റമേഴ്സിന്റെ ഇതോളൊക്കെ മാനേജ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ സാഗരേട്ടൻ ചോദിച്ചു കാർ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് എങ്ങോട്ട് പോവാം, കാർ എടുക്കട്ടെ എന്ന് ചോദിച്ചു, റെന്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എടുത്തോ പറഞ്ഞു. അപ്പൊ സാഗരേട്ടൻ കാർ കൊണ്ടുവന്നു. അപ്പൊ വിചാരിച്ചു കാർ എടുത്ത സ്ഥിതിക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് ലോങ് പോവാന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് കേട്ടോ. അല്ലാതെ മുൻകൂട്ടി ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇറങ്ങിയേക്കാണ്. ഇപ്പൊ ഞങ്ങൾ ഇതേ പോയോണ്ടിരിക്കുകയാണ്. ഒരു 4:30 ആവണേക്കാൾ 4:30-ക്കുള്ളിൽ ഞങ്ങൾ അവിടെ എത്തും. അപ്പൊ കാട്ടിത്തരാം. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ. എൻ്റെ പോലെ നല്ല ഓയിലി ആയിട്ടുള്ളൊരു സ്കിൻ ടോണാണ് നിങ്ങളുടെ വെച്ചെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് സൺസ്ക്രീനാണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് അക്കാലോജിക്കയുടെ റേഡിയൻ സൺസ്ക്രീൻ ആണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ. ഇതേപോലെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇത് നിങ്ങളുടെ സ്കിന്നിന് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും SPF 15 PA 4+ ആണ് കേട്ടോ. ഇതിൽ വൈറ്റ് കാസ്റ്റ് ഇല്ല, സ്കിന്നിലൊരു ഗ്ലോയിങ് കിട്ടും. പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് അക്കോളജിക്ക.in വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ വിജിത 2025 പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മളിത് ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഭയങ്കരമായിട്ട് പച്ചപ്പും നല്ല നാച്ചുറൽ ഒരു പീസ്, നമുക്കൊരു വർക്കിൻ്റെയും സ്ട്രെസ്സിൻ്റെ ഇടയിൽ നമുക്കൊന്ന് മാറി കുറച്ച് ദിവസം നിൽക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ഒരുപാട് ഡിസ്റ്റർബൻസോ സൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല പച്ചപ്പും ചെടികളും പൂക്കളും മരങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. നമ്മളിത് ഇതേപോലെയുള്ള റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണത് കേട്ടോ. ഇവിടെ ഇതേപോലെയുള്ള റൂംസ് ഉണ്ട്, നോർമൽ റൂംസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വാട്ടർ വില്ലയുണ്ട്, പിന്നെ നോർമൽ വില്ലകളുണ്ട്, കോട്ടേജ് അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണോ, കുറേ മെമ്പേഴ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള റൂമുകളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സിംഗിൾ റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ധൃതി പിടിച്ച് ബുക്ക് ചെയ്ത കാരണം ഞങ്ങൾക്ക് റൂമുകളും കാര്യങ്ങളും ഒന്നും സെലക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വാട്ടർ വില്ല അങ്ങനെ എന്തെങ്കിലും നോർമലായിട്ടുള്ള എന്തെങ്കിലും വില്ല അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്തേനെ കേട്ടോ. അപ്പോൾ ഇതിന് 1 ഡേ സ്റ്റേക്ക് 4,500 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പോൾ ഈ ഒരു റൂമിന് 4,500 രൂപയാണ്. പിന്നെ വീക്കെൻഡും നോർമൽ ഡേയ്സ് ഹോളിഡേയ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ വേണമെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു റൂമിന് വന്നിട്ടുണ്ടായിരുന്നത് 4,500 രൂപയാണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ.
നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമും റൂമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ ആദ്യം തന്നെ പോയത് ഒരു ബോട്ടിങ്ങിനാണ് കേട്ടോ. ഒരു ഈവനിങ് ടൈം ആയപ്പോൾ ഒരു 6 മണി 6:30 ആ ഒരു ടൈം ആയപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് ഇറങ്ങി. ഞങ്ങളിവിടെ വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ, കല്യാണത്തിൻ്റെ തലേദിവസത്തെ ഹൽദി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ന്യൂ ഇയർ ആയിട്ടാണോ എന്താണെന്ന് അറിയില്ല, ക്രിസ്മസിൻ്റെ എന്തൊക്കെയോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫ്രീ ടൈം കിട്ടിയ സമയത്ത് ഒരു ബോട്ടിങ്ങിനൊക്കെ ഇറങ്ങി കേട്ടോ. ബോട്ടിംഗ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, ജിം ഉണ്ട്, പിന്നെ ഗെയിംസ്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതിനൊന്നും നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി 2 സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവർ ഈവനിങ് ആയി കാരണം അവിടെ ഒന്ന് ചുറ്റി കറങ്ങി കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ ഒന്ന് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് പോയി കേട്ടോ. റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ പോയി കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റൂമിലേക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നാണ് ചെക്കൗട്ട് ചെയ്യണം. 12 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. പിന്നെ കുറച്ചൊന്ന് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കണം. ഇന്നലെ നമ്മൾ നേരം വൈകിട്ടല്ലേ വന്നത്, അപ്പോൾ ബോട്ടിങ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ സെയിം ഡ്രസ്സ് തന്നെ വീണ്ടും ഇട്ടു, കാരണം ചില പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്ക് മറ്റൊരു ഡ്രസ്സ് ഇടാൻ പറ്റിയില്ല. ഞാൻ വേറെ ഡ്രസ്സ് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പോകുമ്പോൾ, അതൊക്കെ ഇടാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, സ്നാക്സ് പോലെ എന്തൊക്കെയോ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ വേഗം എത്തി. ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളും പിന്നെ വളരെ കുറച്ച് പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ദോശ, ഇഡ്ഡലി, പിന്നെ അതേപോലെ നൂലപ്പം, ഫ്രൂട്ട്സ്, ബ്രെഡ്, ജാം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ചോക്കോസ് ഉണ്ടായിരുന്നു, പിന്നെ ചായ, ജ്യൂസ്, വാട്ടർമെലൺ, പിന്നെ ഗ്രേപ്പ് ജ്യൂസ്, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നൂലപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സാഗറാട്ടിന് ഇഡ്ഡലി, അതൊക്കെയാണ് എടുത്തത് കേട്ടോ. ഞങ്ങൾ ഇന്നലെ നേരം വൈകി എത്തിയ കാരണം ഒരുപാട് ആക്ടിവിറ്റീസൊന്നും ചെയ്യാൻ പറ്റിയില്ല. സൈക്ലിങ് അതൊക്കെ ഇടാതൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കാലത്ത് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി നമുക്കിനി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് വാട്ടർമെലൺ ജ്യൂസ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് കൂടെ എടുത്തുകൊണ്ടിരുന്നു ചോദിച്ചു. അപ്പോൾ അതായിട്ട് എടുത്തുകൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാലത്ത് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ജിമ്മൊക്കെ ഉണ്ട്, പക്ഷേ അവിടേക്ക് പോകുമ്പോൾ പാട്ടാകും പറഞ്ഞ് സൈക്ലിങ് ചെയ്യാം. പുട്ടുണ്ടായിട്ടാ അപ്പൊ അതൊക്കെ ഇറക്ക് വേദനയാവേനെ. എനിക്ക് പറ്റിയൊരു കുട്ടി സൈക്കിൾ ഞാൻ എടുത്തു, പിന്നെ സാഗരാട്ടിന് പറ്റിയൊരു സൈക്കിൾ എടുത്തു. ഞങ്ങൾ കുറച്ച് റൗണ്ടൊക്കെ അവിടെ അടിച്ചു കൂട്ടാം. അങ്ങനെ 2 പേരും സൈക്കിൾ ചവിടുന്ന കാരണം വേറെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഗെയിം ഏരിയയിലേക്കാണ് പോണത് കേട്ടോ. ഇന്ന് കാലത്താണ് കുറച്ചും കൂടി ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്, ഇന്നലെ നേരം വൈകി വന്ന കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ സൈക്ലിങ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഗെയിം ഏരിയയിലേക്ക് കൊണ്ടുപോകാം. പിന്നെ കിഡ്സിൻ്റെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം കളിച്ച്, പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പൊളാറീസ് റൈഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെയാണ് പറയാമെന്ന് തോന്നുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിന് പോണേക്കാൾ മുമ്പ് ലൈസൻസ് ഉള്ള ഒരാളായിരിക്കണം, ലൈസൻസ് അവിടെ കാട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെയോ സൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിനൊന്ന് പോവാണ് കേട്ടോ. ഞാനും നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. പക്ഷേ ലൈസൻസ് ഇല്ലാത്തവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സൈൻ ചെയ്തൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, ലൈസൻസ് ഒക്കെ കൊടുത്തു, സൈനൊക്കെ ചെയ്തു. ഇപ്പം നമ്മൾ പോവാൻ. അപ്പോൾ ഗൈസ് ഓഫ് റോഡാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ
നമ്മൾ ചെയ്യാൻ പോണത്. പക്ഷേ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈസൻസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഓടിച്ച് നോക്കാനായിട്ട് പറ്റില്ല. സൈക്കിൾ ബാലൻസ് ഉണ്ട്, അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സാഗരേട്ടന് ലൈസൻസ് ഉള്ള കാരണം സാഗരേട്ടന് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വെറുതെ ഇങ്ങനെ പിന്നിൽ വായ നോക്കി ഇരിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കണം കാണുമ്പോൾ. അപ്പോൾ എന്തായാലും കാട്ടിത്തരാം. ഇതാ ഇങ്ങനെ ഒരു ഓഫ് റോഡായിരുന്നു. നമ്മൾ ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീലായിരുന്നു കേട്ടോ. ശരിക്കും നല്ല അഡ്വഞ്ചറായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഞങ്ങൾ. നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി സെൽഫി സ്റ്റിക്കിൽ മാക്സിമം ഞാൻ വീഡിയോ എടുക്കണത് കേട്ടോ. ഇത് ഓഫ് റോഡായി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടണം വീഴാൻ പോകാനൊക്കെ ഉണ്ട്. പക്ഷെ വീഴൊന്നുമില്ല കേട്ടോ ഒരിക്കലും. പക്ഷേ എന്നാലും വീഴാൻ പോണ പോലൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം സെൽഫി സ്റ്റിക്കിൽ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചത് കേട്ടോ. പിന്നെ ഈ റൈഡിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 1000+ അങ്ങടെ 1500 1000 അങ്ങനെ ഒരു ഏകദേശം ആ ഒരു റേറ്റ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചു. കിഡ്സിൻ്റെ ഉണ്ട്, 7 ഫീറ്റിൻ്റെ ഉണ്ട് കേട്ടോ, വലിയതും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് മാത്രം പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ. 5 ഫീറ്റിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഞാൻ കളിച്ചു. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, സാഗരേട്ടൊന്നും ഇറങ്ങിയില്ല. കുളിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദിക് വെൽനസ് സെൻ്റർ ഉണ്ട്. അവിടെ നമുക്ക് കുറച്ച് മസാജ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ അവിടെ കൂടി കയറി കാട്ടിത്തരാം കേട്ടോ. ഇതിൽ ആയുർവേദിക്കായിട്ടുള്ള തെറാപ്പികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈഗ്രെയിൻ, തലവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇവിടെ തെറാപ്പികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡ് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട് കേട്ടോ. ഇത് ഈ റിസോർട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. റിസോർട്ടിന് പുറത്ത് പോയിട്ടുള്ളതല്ല, റിസോർട്ടിനുള്ളിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ പുറത്തുനിന്നും, കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നൊക്കെ വരുന്ന ഗസ്റ്റുകളൊക്കെ ഓരോ മസാജുകളും അതേപോലെ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ട്രൈ ചെയ്യാറുണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റുകളും മരുന്നുകളും ഒക്കെ ഇത് ഇവിടെ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല സൗകര്യമുള്ള ബാത്റൂമുകളും റൂമുകളും പിന്നെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ കൂടെ ഇവിടുത്തെ റൂമുകൾ, വില്ലകൾ ഒക്കെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഹോട്ടൽ റൂംസ് മാത്രമല്ല ഉള്ളത്, ഇതേപോലെയുള്ള നല്ല അടിപൊളി വ്യൂ ഉള്ള വില്ലകളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റേ ചെയ്താൽ മതിയായിരുന്നു, അപ്പോൾ നല്ല രസമായിരുന്നേനെ. നൈറ്റൊക്കെ ആകുമ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ നല്ല രസമായിരുന്നേനെ. ഹോട്ടൽ റൂംസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ബാച്ചിലേഴ്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി കുറേ പേരൊക്കെ ആയിട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ സ്റ്റേ ചെയ്യാനായിട്ടുള്ള സൗകര്യമുള്ള റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. തൃശ്ശൂർ ചെറുതുരുത്തിയുള്ള റിസോർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. സൈക്ലിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പിന്നെ റൈഡ് ഉണ്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫങ്ഷൻസൊക്കെ നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. കല്യാണം ആയാലും ഹൽദി ആയാലും അങ്ങനെ പാർട്ടികൾ, ബർത്ത്ഡേ, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു ഓഡിറ്റോറിയം പോലെയാണ്. ഫങ്ഷൻസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേട്ടോ. ഇതായിരുന്നു വാട്ടർ വില്ല. നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. കാരണം ഈ ഒരു വില്ലയുടെ ചുറ്റും നല്ല വെള്ളം, താറാവ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എപ്പോഴെങ്കിലും വരികയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ.
ഇതേ ഇങ്ങനെ ചുറ്റും വെള്ളത്തിൻ്റെ നടുക്കിലായിട്ടാണ് ഈ ഒരു വില്ല വരുന്നത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം വന്നിരുന്നിട്ട് ഞങ്ങൾ പോയി. ഇത്രയുള്ള നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം കേട്ടോ. ടാറ്റാ ബൈ, സീ യു.